ലാലേട്ടൻ എൻ്റെ അടുത്ത് കൂതറ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അത് അദ്ദേഹം ഓർക്കുന്നുണ്ടാവും, എന്നോട് അത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് പറഞ്ഞത്. നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. പക്ഷെ ആ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുമ്പത്തെ സക്സസ്സുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് താരതമ്യേന ഭയങ്കര ചെറുതായിരിക്കും. അനിയൻ ഓട്ടിസമാണ്, പിന്നെ അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്. ഒരുപാട് സ്ട്രെസ്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം. ഒരു രീതിയിലും സന്തോഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പോലും ഒന്നുമില്ല. എൻ്റെ ഒരു ആഗ്രഹം ഷെഫ് ആവണമെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ പേഴ്സ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ. എൻ്റെ അച്ഛൻ പണ്ട് എൻ്റെ അടുത്ത് പറയാം എന്നെ വലിയൊരു ഷാറുഖ് ഖാൻ ആക്കണമെന്ന്. എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോഴേ ഞാൻ എൻ്റെ അച്ഛനെയാണ് ഓർക്കുന്നത്. കാര്യം എന്തായാലും നടക്കട്ടെ. ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നേരിട്ട് കണ്ടൊന്നും പോലുമില്ല, ഓൺലൈനിൽ എന്തായാലും. 27ാമത്തെ വയസ്സിൽ 2.5 കോടി രൂപ എനിക്ക് നഷ്ടം വന്നു എൻ്റെ ഈ ബ്രാൻഡ്. അത് ഓരോ മാസത്തെ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും പോപ്പുലറായിട്ട് നിന്ന് എനിക്ക് ഒറ്റയടിക്ക് താഴേക്ക് വീഴേണ്ട ഒരു അവസ്ഥ വന്നിട്ട് 27ാമത്തെ വയസ്സിൽ 2.5 കോടി രൂപ എൻ്റെ ബ്രാൻഡിൽ എനിക്ക് കംപ്ലീറ്റ്ലി ലോസ് വന്നു. ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു അപ്പോയിൻമെന്റ് തരുമോ? കഥ കേട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഥ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കും, എപ്പോൾ തുടങ്ങാം നമുക്ക്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. കാര്യം സമയമെടുക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അഹങ്കാരമല്ല, നിവൃത്തികേടാണ്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ട്രെയിനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ? എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം? 110% റീഫണ്ടോട് കൂടി കേരളത്തിലെ നമ്പർ 1 അക്കാഡമിയായ ട്രെയിൻ മാറ്റ് അക്കാഡമിയോടൊപ്പം വിശ്വാസ്യതയോട് കൂടി ഇനി നിങ്ങൾക്ക് ട്രെയിനിങ് പഠിക്കാം. Good evening, everyone. How are you? All good, all good? All good, all good. ബാലുച്ചനോട് ഈ ചോദ്യം. ഇപ്പോൾ ഞാൻ ജിയോ ഫിലിം സ്കൂളിൽ നിന്നാണ്. These are my 2 classmates. ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവർക്കും വേറെ വേറെ തുടക്കമല്ലേ. ഐ മീൻ എവ്രി വൺ ഹാസ് എ ഡിഫറെൻറ്റ് സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്ക് ഐ മീൻ we're normal people, commoners. ഇപ്പോൾ ഞങ്ങളോ അതെ അങ്ങനെ പറയല്ലേ. അതുകൊണ്ട് ഈ ചോദ്യം അല്ല, പക്ഷേ യു ഓൾസോ കോമേഴ്സ്, നമ്മളും കോമേഴ്സ് ആണ്. അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ ഒരു പ്രോഗ്രഷൻ ഇല്ലേ, ഒരു ഓപ്റ്റിമൽ പ്രോഗ്രഷൻ എന്തായിരിക്കും? നിയോ ഫിലിം സ്കൂളിൽ ആക്ടിംഗ് ബാച്ച് ആണ് ഇവര് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആക്ച്വലി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവുമല്ലോ. ഐ മീൻ നിങ്ങൾ അഭിനയിച്ചേക്കണതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കും. ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക, മാക്സിമം ആൾക്കാരെ മീറ്റ് ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും വലിയ പരിപാടി. ഇതിനകത്ത് കൂടുതൽ കണക്ഷൻസ് ആൻഡ് ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ. ബീയിങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ്, അത് തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതിന് കുറുക്ക് വഴികളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഹായ് സർ, മൈ നെയിം ഈസ് ആകാശ്. ഹായ് ആകാശ്. ജെൽറ്റ്. എനിക്ക് ചോദിക്കാൻ വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് എൻ ആക്ടർ എപ്പോഴാണ് നമുക്ക് ഫെയിലിയേഴ്സ്, എപ്പോഴാണ് നമുക്ക് ഒരു സെറ്റ് ബാക്ക് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് സാറ് ഇത്രയും വലിയൊരു ഷൈനിങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഒരു ടൈറ്റിലുള്ള ഒരു ആക്ടർ എങ്ങനെയാണ് അതൊക്കെ കണ്ട് അതെങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പടം പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഒരു പടം നന്നായിട്ട് അടിപൊളിയായി സക്സസ് ആയി, അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സക്സസും ഫെയിലിയറും എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ എത്ര ഭയങ്കര സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിനിമയിൽ അങ്ങനെ ഓക്കെ സക്സസ്ഫുള്ളായി, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളൊരവസ്ഥയില്ല. സിനിമയിൽ എപ്പോഴും ഈ ഒരു കോൺസ്റ്റൻറ്റ് അപ്ഡേറ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു സ്ട്രഗിള് നമുക്കൊരു രസമുള്ള സ്ട്രഗിളാണത്. അത് കാലാകാലം ഉണ്ടാവും. അതെത്ര വലിയ സ്റ്റാർ ആയാലും, എത്ര വലിയ വിജയങ്ങളുണ്ടായാലും, എത്ര ഭയങ്കര നടനായാലും ഒക്കെ സക്സസും ഫെയിലിയറും നമ്മളാരും അതിന് അതീതരല്ല. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. യു ആർ ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് മൂവി. അതാണ് അതിൻ്റെ ഉത്തരം. അതായത് നിങ്ങൾ ഭയങ്കരമായ സക്സസ് ഉണ്ടാക്കി തൊട്ടടുത്ത് ഭയങ്കരമായിട്ടൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ ക്യാൻസൽ ചെയ്ത് കളയും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ ഓരോ സിനിമയും അതുപോലെ. പക്ഷേ എനിക്കതുപോലെ കിട്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഉപദേശം എന്ന് പറയുന്നത് ലാലേട്ടൻ എൻ്റെ അടുത്ത് കൂതറ എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം.
അത് അദ്ദേഹം ഓർക്കുന്നുണ്ടാവും, എന്നോട് അത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് പറഞ്ഞത്. നമുക്ക് ലൈഫിൽ കുറേ സക്സസ്സുകളും ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു ഒരു ചിന്ത വേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. പക്ഷെ ആ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിൻ്റെ മുമ്പത്തെ സക്സസ്സുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് താരതമ്യേന വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ പഴയ സക്സസ് പോയിന്റ്സുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഫെയിലിയേഴ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അതിലധികം സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്ത് അടുത്ത സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞ ഒന്നിൻ്റെ അവസാനമല്ല, അത് അടുത്ത സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ കാണുന്നു. സോ നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ പോകുന്നത് നിഖിൽ വിനോദിനെയാണ്. നിഖിലിനെ ആക്ച്വലി കുറച്ച് നാൾ മുമ്പ് കൂടുതലും റീൽസിലും ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു സ്കൂൾ ബോയ് ആണ്. ആൻഡ് ഈ ഒരു സ്കൂളിൽ ചെന്ന് ഒരു മീഡിയക്കാർ ചെന്നപ്പോൾ അവിടെ ആ വ്യക്തിയുടെ ചിരി, ആ നിഖിലിൻ്റെ ചിരി കണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിലെ എല്ലാവരെയും നോക്കുന്നത് ഞാൻ തന്നെയാണ്, ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇൻസ്പയർ ചെയ്ത ആ ഒരു വീഡിയോ കുറേ വൈറലായിട്ടുണ്ട്. അപ്പോൾ നിഖിലിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് സ്റ്റേജിലേക്ക്, പ്ലീസ്. വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നി തീർച്ചയായിട്ടും. ഹായ് നിഖിൽ. ഹലോ. ഹൗ ആർ യു? ഇപ്പം ഏതാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ +2 കഴിഞ്ഞു. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യാൻ പോകുന്നു. ഈ വീഡിയോ ആക്ച്വലി വന്നത് ഏത് സമയത്തായിരുന്നു? ഇത് എനിക്ക് തോന്നുന്നു ഡിസംബർ ടൈമിലൊക്കെയാണ് വന്നത്. അപ്പം തീരാറായി, +2 കഴിയാറായി. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഇത് എടുക്കാൻ വേണ്ടി ആയിരുന്നില്ല അവർ വന്നത്. അവിടെ ആക്ച്വലി നമ്മുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ബന്ധപ്പെട്ട് അവിടെ ഒരു സ്ട്രക്ചർ, നമ്മുടെ എൻ്റെ സ്കൂൾ സെൻറ് തോമസ് ആണ്, അവിടെ ഈ സ്ട്രക്ചർ കുറച്ച് പിള്ളേർ ഉണ്ടാക്കിയിരുന്നു. എവിടെ സ്ഥലം? ട്രിവാൻഡ്രം മുക്കോല എന്ന് പറയും, അവിടെയാണ് സ്കൂൾ. അപ്പം ഈ സ്കൂളിൽ ഈ സ്ട്രക്ചർ വേറെ കുറേ പിള്ളേർ, അതിൽ ഞാൻ ഇൻവോൾവ് അല്ല, ഞാനിതിൽ എൻ്റെ റോളേ അതിലില്ല, ഞാനിത് ഉണ്ടാക്കാനും സഹായിച്ചിട്ടില്ല, ഐഡിയ എൻ്റെതല്ല, ഒന്നും എൻ്റെതല്ല. ഇവരൊരു ഗ്രൂപ്പായിരുന്നു. അപ്പം നമ്മുടെ ഒരു മീഡിയ ഇത് കണ്ടിട്ട് അവർക്ക് ഇമ്പ്രസ്സായി, അവരിത് കവർ ചെയ്യാൻ വന്നു. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ഷിജി സാർ എന്നാണ് പറയുക പേര്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എടാ സാർ എൻ്റെ ഫോൺ തന്നു, സാറിൻ്റെ ഫോൺ തന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കത്തില്ലേ, അപ്പം ഈ കവർ ചെയ്യുന്നതൊക്കെ നീ ഒന്ന് എടുക്കുമോ എന്നെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാറല്ലേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ പോയി, ഈ മീഡിയക്കാർ വന്നു. അപ്പം ഈ ചെയ്യുന്നവരുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഞാൻ ചുമ്മാ അവിടെ വലിഞ്ഞു കയറി അവിടെ സൈഡിലൊക്കെ നിന്ന് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് മതിയായി. ഞാൻ ഫോണ് സാറിൻ്റെ കൊടുത്തിട്ട് ഈ പിള്ളേരുടെ കൂട്ടത്തിൽ ഞാൻ കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ ഈ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ ആങ്കർ ബാക്കിലിരിക്കുകയാണ്, സ്റ്റെപ്പാണ്, കുറച്ച് ഹൈറ്റുള്ള സ്റ്റെപ്പാണ്. ഞാൻ ഏറ്റവും താഴത്തെ സ്റ്റെപ്പിലിരിക്കുക, ആ ആങ്കർ ചേച്ചി മുകളിലോട്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ആ ചേച്ചീനെ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ ചേച്ചീനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ചേച്ചി ഇങ്ങനെ എന്നെ കണ്ടു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചിരിച്ചോണ്ടാണ്, ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അപ്പം എന്നെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എപ്പോഴും ഭയങ്കര ചിരിയാണല്ലോ, ഭയങ്കര പോസിറ്റീവാണല്ലോ, എന്തുവാ സംഭവം എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അങ്ങനെയാണ് ആ റീലിൽ കണ്ട എൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാം അങ്ങോട്ട് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു, ഇപ്പം എൻ്റെ അനിയൻ ഓട്ടിസമാണ്, അതാണ് അനിയൻ തോണ്ടിരിക്കുന്നു, അവനാണ് അനിയൻ. പിന്നെ അമ്മയ്ക്ക് വയ്യായിക ഉണ്ട്, അമ്മയ്ക്ക് എണീക്കാനോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരെയും നോക്കുന്ന ഞാനാണെന്നും അതെല്ലാം ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞപ്പം ഒരുപാട് പേര് കണ്ടു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് സ്ട്രെസ്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം, ഒരു രീതിയിലും സന്തോഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പോലും ഒന്നുമില്ല. അപ്പം അത്രയും ദുരിതവും വിഷമവും. അപ്പം അമ്മയാണ് നമ്മളെ ഒറ്റയ്ക്ക് നോക്കി വളർത്തി. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. എനിക്ക് 9 വയസ്സായിരുന്നപ്പം അച്ഛൻ പോയി. അപ്പോൾ അത്രയും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പം പൈസ മാത്രമല്ല, അപ്പം നമുക്കൊരു ആൺതുണയില്ല.
അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നോക്കാനോ ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വീട്ടിലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ്. ലൈക്ക് ഇവനും അമ്മ ഞാൻ, ഇതാണ് ലോകം. അപ്പോൾ ഇതിൽ എനിക്കൊരു ഔട്ട്സൈഡറിൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോയി കളിക്കാനോ അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഈ സോഷ്യലി സംസാരിക്കാനാണെങ്കിലും എനിക്ക് കുറച്ച് പ്രശ്നമാണ്. കാര്യം എനിക്ക് ശീലമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ പോലും എനിക്ക് സത്യം കൈയും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു. എനിക്ക് ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ ഒരു എടുത്ത് പറയാൻ 1-2 ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരായിട്ട് ഷെയർ ചെയ്യാം, സംസാരിക്കാം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഷെഫ് ആവണമെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ പേഴ്സ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സിനിമ. അപ്പം സിനിമ എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹത്തിൻ്റെ ഇതിൽ ഞാൻ ഒരെണ്ണം ചെയ്തിരുന്നു, ഒരു പാട്ട് സീനിൽ പോലെ. ജസ്റ്റ് പാട്ട് സീനിൽ വന്നു. അപ്പോൾ ഈ ബിഗ് സ്ക്രീൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യമില്ല. ഇപ്പം ഇപ്പം ടൊവിനോ ചേട്ടൻ പറഞ്ഞോ അല്ല, നമുക്ക് ചാൻസ് ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതാണ്. ഇപ്പം നമുക്ക് ചാൻസ് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണം, എങ്ങനെ തരൂ എന്നേ ചോദിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അതുപോലും പറ്റുന്നില്ല. വീട്ടിൽ ഇരുന്ന് ഇവരെ നോക്കി സാഹചര്യമില്ല നമുക്ക്, പക്ഷേ ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആസ്വാദകനാണ്, സിനിമ ആസ്വാദകനാണ്. അങ്ങനെ കണ്ട് പിന്നെ ഇതിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ഇത് ചെയ്യണം, എനിക്ക് സിനിമയിലൊരു നിലയെത്തണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തേലും ലൈക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മാക്സിമം അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് ഒരു സിനിമ എടുക്കാൻ പറ്റും എന്ന് ഞാൻ വാക്ക് തരുന്നു. കാര്യം എനിക്ക് അത്രയും സിനിമ ഇഷ്ടമാണ്. ലൈക്ക് എനിക്ക് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം ഈ ലോകത്തുള്ളവരെല്ലാം എന്നെ അറിഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റെ അച്ഛൻ പണ്ട് എൻ്റെ അടുത്ത് പറയാം, എന്നെ വലിയൊരു ഷാറുഖ് ഖാൻ ആക്കണമെന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോഴേ ഞാൻ എൻ്റെ അച്ഛനെയാണ് ഓർക്കുന്നത്. കാര്യം അതെന്തായാലും നടക്കട്ടെ കേട്ടോ, എന്തായാലും നടക്കും. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഇവരെ വെളിയിൽ ഒന്ന് ഇറക്കുക, കാണിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വരിക, അതൊക്കെ നടന്നില്ലേ അല്ലേ ടോവി? അതൊരു വലിയ കാര്യമല്ല. ഒരു കയ്യടി പ്ലീസ് അല്ലേ? ഇതിൽ പേലും അത് മാത്രമല്ല, ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആ റീല് വന്നപ്പോൾ ഒരുപാട് ഷെയർ, എത്ര ഷെയർ പോയി മോനെ ഓർമ്മയുണ്ടോ? ഒരുപാട് പേര് മോനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലേ ഇല്ലേ? അപ്പൊ അതൊരു സന്തോഷമല്ലേ? അത് നമുക്ക് ആൾക്കാർ തരുന്ന ഒരു പുഷല്ലേ കേട്ടോ. അതൊക്കെ നടക്കും കേട്ടോ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ ലൈഫിൽ. ഓക്കെ, എല്ലാ വിഷയവും നടക്കട്ടെ. ആ റീലും ഈ പരിപാടിയും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ്, നമ്മൾ നേരിട്ടല്ലെങ്കിലും ബീങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. നേരിട്ട് കാണണമെന്ന് പോലുമില്ല, ഓൺലൈനിൽ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് മോനെ കേട്ടോ. ഇനി ഫൈനലി നമ്മൾ ഒരാളും കൂടെ ഉണ്ട്. അർഫ എന്നാണ് പേര്. അർഫ ആക്ച്വലി മാരേജ് ഒക്കെ കഴിഞ്ഞ് ദുബായിലൊക്കെ പോയി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഇടയ്ക്കൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായി, ഒരു ഹ്യൂജ് ലോസ് ഒക്കെ വന്നു. എഗെയിൻ അത് ഫൈറ്റ് ബാക്ക് ചെയ്തൊരു വ്യക്തിയാണ്. സോ പ്ലീസ് അർഫ ഒരു കൈയടി. യെസ് അർഫ പറയൂ, എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ജിഞ്ചർ മീഡിയ ഫോർ ഹാവിങ് മീ ഹിയർ. ആൻഡ് ഇതുപോലെ നല്ലൊരു ഫിലിം ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാൽ ഐ എം സോ ഹാപ്പി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഫ്ര ഷബീബ്. എനിക്കൊരു ബ്രാൻഡുണ്ട്, മോൾ ഓഫ് അബായാസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ബേസിക്കലി ദുബായ് ആണ്, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബിടെക് പഠിക്കാനായിട്ട് പോയിട്ട് പകുതിക്ക് വെച്ചിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന ഒരാളാണ്. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫെയിലിയർ.
പിന്നെ അവിടെ നിന്ന് ഞാൻ ദുബായിലേക്ക് പോയി കഴിഞ്ഞിട്ട് എന്താ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവില്ലേ, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അവിടെ നിന്ന് എനിക്ക് ദുബായിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ വന്നൊരു കോൺസെപ്റ്റാണ് അവിടുത്തെ അറബ് ലേഡീസ് വെയർ ചെയ്യുന്ന അബായാസ് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ കോൺസെപ്റ്റിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ 2015 എൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് 3 സ്റ്റോറിലേക്ക് എൻ്റെ ബ്രാൻഡിനെ എനിക്ക് വളർത്താൻ കഴിഞ്ഞു. അതൊരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഈവൻ എൻ്റെ ലാസ്റ്റത്തെ മഞ്ചേരി സ്റ്റോർ ഓപ്പണിങ്ങിന് വാങ്ക് മൂവീൻ്റെ ഓഡിയോ ലോഞ്ച് വരെ എൻ്റെ ബ്രാൻഡിൻ്റെ ഇനോഗ്രേഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അന്നത്തെ ക്രൗഡ് ഇസ് ഓൾസോ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. സോ അന്ന് എനിക്ക് 24 വയസ്സാണ്. നല്ലൊരു സ്റ്റാർട്ടപ്പിലേക്ക് ബ്രാൻഡും ഒപ്പം തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റി. പക്ഷേ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് വെറും 10 ദിവസമാണ് നിന്നത്. കാരണം അത്രയും പെട്ടെന്നാണ് കോവിഡ് വന്നിട്ട് കോവിഡ് ഹിറ്റായത്. അപ്പം എൻ്റെ ലാസ്റ്റത്തെ ഷോറൂം ഇനോഗ്രേഷന് ശേഷം 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളുമായിട്ട് പൂട്ടി വീട്ടിൽ പോയിട്ട് ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്തത് അത്രയും ഹ്യൂജ് ആയതുകൊണ്ട് തന്നെ മന്ത്ലി നമുക്കൊരു 11 lakhs 12 lakhs എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ അത് കോവിഡിൻ്റെ സമയത്ത് കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ കവറപ്പ് ചെയ്ത് പോവാന്ന് പറയണത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ഫോർ മീ. അന്ന് എനിക്ക് വെറും 25 വയസ്സാണ്. അപ്പം പിന്നെ ഈ കോവിഡ് ഓരോ തവണ പോണ സമയത്ത് നമുക്കിതിൻ്റെ ഡെപ്ത് അറിയാൻ കഴിയുന്നില്ല. 27ാമത്തെ വയസ്സിൽ 2.5 കോടി രൂപ എനിക്ക് നഷ്ടം വന്നു എൻ്റെ ഈ ബ്രാൻഡ്. അത് ഓരോ മാസത്തെ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും പോപ്പുലറായിട്ട് നിന്ന് എനിക്ക് ഒറ്റയടിക്ക് താഴേക്ക് വീഴേണ്ട ഒരു അവസ്ഥ വന്നിട്ട് 27ാമത്തെ വയസ്സിൽ 2.5 കോടി രൂപ എൻ്റെ ബ്രാൻഡിൽ എനിക്ക് കംപ്ലീറ്റ്ലി ലോസ് വന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ഈ 29ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ബേൺ ആയ എമൗണ്ടും റീകവർ ചെയ്തിട്ട് എൻ്റെ ബ്രാൻഡിൻ്റെ 4ാമത്തെ സ്റ്റോറ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി അടുത്ത 10 ഫ്രാഞ്ചൈസീസ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനായിട്ടുണ്ട്. സോ ഇതെനിക്ക് ഈ മൂവിനോട് റിലേറ്റ് ചെയ്ത് തോന്നി. ബിക്കോസ് അത്രയും ഹൈപ്പിൽ പോയിട്ട് പിന്നെ താഴെ വന്നിട്ട് തിരിച്ച് കയറി വരിക എന്ന് പറയണത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. നമ്മൾ അത്രയും നേരത്തെ ടോവിനോ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഫോക്കസ് ആണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണ സമയത്തും അതിലൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മണി നമ്മളെ തേടി വരും എന്നുള്ളതാണ്. ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ക്യാഷ് നമ്മളെ തേടി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോയിന്റ് ഉള്ളത്. അപ്പം ഈ ബ്രാൻഡ് ഫെയിലിയർ ആയി പോയ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം 27 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 2.5 കോടി രൂപ ബാധ്യത വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ആ സമയത്ത് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ സമയത്തും മനസ്സിനെ തളരാതെ പിടിച്ചു നിന്ന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. ആൻഡ് ഇപ്പോൾ കറന്റ് പറയുവാണെങ്കിൽ ഇത്രയും ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലേ, ഇനി വരാൻ പോകുന്നു. ആൻഡ് അതിന് ഓൾ ദ വെരി വെരി ബെസ്റ്റ്. അതെ, താങ്ക് യു സോ മച്ച്. ഇനിയും ഈ പറയുന്ന ആഡ് ഓൺസ് ഒക്കെ വരുമ്പോൾ ഞങ്ങളെ അറിയിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, അപ്പോൾ ഇനി ഫൈനലി ടോബി ആ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കേൾക്കാം അല്ലേ? റൈറ്റ്. ഫൈനൽ 2 question. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭാവന ചേച്ചിയോടാണ്. ആർ യു വെയറിംഗ് ദ സെയിം ഔട്ട്ഫിറ്റ് ബിഹൈൻഡ് യു? ടോവിനോ ഒഴികെ ബാക്കി എൻ്റെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഇതാ സിനിമയിലിട്ട് അതേ കോസ്റ്റ്യൂം. പക്ഷെ അല്ല, ടോവിനോ പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് വേറെയാണല്ലോ ഇത് ഈ കോസ്റ്റ്യൂം ഏക്ത ചെയ്തതാണ്. ഈ കോസ്റ്റ്യൂം ഇവിടെ എൻ്റെ സ്റ്റൈലിസ്റ്റ് പ്രൊമോഷൻ വർക്കിന് വേണ്ടി ചെയ്തത്. രണ്ടും കളറോ ഇത് കുറച്ചുകൂടി ഡാർക്കറാണ്, പക്ഷെ ഏകദേശം കാണുമ്പോൾ ഒരുപോലെ ഉണ്ട്. പക്ഷെ അതല്ല. കൂൾ. അതിൽ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ടല്ലോ, ബാക്കി എല്ലാവരുടെയും വേറെ ടൈപ്പ് എക്സ്പ്രഷനും ഭാവനയുടെ മാത്രം വേറൊരു ടൈപ്പ് എക്സ്പ്രഷനും. വൈ ഇസ് ദാറ്റ്? അത് മനസ്സിലാക്കാൻ മെയ് 3-ാം തീയതി നിങ്ങൾക്ക് ഇനി ടോവിനോ ചേട്ടനോടുള്ള ചോദ്യം, എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, കണ്ണട വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് വന്നത്. ഓർമ്മയില്ല. ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു സിനിമയുടെ ഷൂട്ടിംഗ് ഓർമ്മയുണ്ടോ?
അതിൽ എവിടത്തെ ഷൂട്ടാണ്? ഞങ്ങൾ കാനഡയിൽ ഷൂട്ട് ചെയ്തിരുന്നു, കണ്ണൂർ ചെന്നൈയില്. ചെയ്തിരുന്നു. ചെന്നൈയിൽ ഓർമ്മയുണ്ട്. ഫോറം മോൾ ഫോറമോളില് ഷൂട്ട് ഉണ്ടായിരുന്നോ? പുറത്ത് റോട്ടില് ഓർമ്മയുണ്ട്. ഒരു പയ്യൻ വന്നിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ചേട്ടാ ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന് ചോദിച്ചിട്ട്. ചേട്ടൻ പറഞ്ഞു 15 പടമുണ്ട്, അത് കഴിയും ഒരു 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി 3 പടം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെയും കൂടി. അതെ. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു റൈറ്റർക്കോ ഒരു ഡയറക്ടർക്കോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്കോ എത്താനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പം അതിന് വേണ്ടി ട്രൈ ചെയ്യുമല്ലോ. വാട്ട്സ് ദ ഈസിയസ്റ്റ് വേ, അല്ലെങ്കിൽ ദി പ്രോപ്പർ വേ? പ്രോപ്പർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചത് പ്രോപ്പർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനേജറിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ കമ്മിറ്റ് ചെയ്ത് വെച്ച സിനിമകളിൽ കുറച്ചെണ്ണം തീരാനുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും സിനിമ ചെയ്യുന്നത് കമ്മിറ്റ് ചെയ്ത് വെച്ച സിനിമകൾ ആ ഒരു ഓർഡറിലാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് കൊല്ലങ്ങൾക്ക് മുമ്പ് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണെങ്കിലും അതിപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ പുതിയ ആൾക്കാർ പഴയ ആൾക്കാരെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സ്ക്രിപ്റ്റും നല്ല ടീമും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ഞാൻ ചെയ്തേക്കുന്നത് പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. എൻ്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെയോ അവരൊക്കെ എൻ്റെ അടുത്ത് കറക്റ്റ് സമയത്ത് എത്തുകയോ അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് എത്തുകയോ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും തുടർന്നും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പണ്ടത്തേനേക്കാളും സിനിമകളുടെ എണ്ണം കുറഞ്ഞു. എൻ്റെ കാര്യം അതിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം പണ്ട് ചെയ്തിരുന്ന അത്രയും സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്ന് ഞാൻ പേർപ്പസ്ഫുള്ളി ആ എൻ്റെ സിനിമകളുടെ എണ്ണം കുറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 2 നമ്മുടെ മലയാള സിനിമ കുറച്ച് വലുതായി. അപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സും സിനിമയുടെ ക്വാളിറ്റിയും ഒക്കെ കൂടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പണ്ടുണ്ടായിരുന്ന അത്രയ്ക്കും പുതുമുഖങ്ങൾക്ക് എനിക്ക് അവസരം കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പണ്ടുണ്ടായിരുന്ന അത്രയ്ക്കും സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഇനിയിപ്പോൾ ഇറങ്ങാനിരിക്കുന്ന ഇപ്പോൾ ARM എന്ന് പറയുന്ന സിനിമയൊക്കെ അത് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അതെൻ്റെ ഫ്രണ്ടാണ്. അവൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കൽക്കിയിലും അതിനു മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മൊയ്തീനിലും അസോസിയേറ്റ് ആയിട്ട് ഗോതയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതുപോലെ ഇനിയും ചെയ്യാനിരിക്കുന്ന സിനിമകളിൽ ന്യൂ കമേഴ്സിൻ്റെ പ്രൊജക്ട്സും ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് എല്ലാം കൂടെ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. കുറച്ച് ഇനിയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട്. അത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. മാനേജേഴ്സിന്റെ നമ്പർ എവിടെയാണ് കാണാൻ പറ്റുക നമുക്ക്? അവനാണ് ആ കള്ളി ഷർട്ടാണ്, അവനാണ്. ഒന്ന് നോക്കി വെച്ചോളാം അല്ലേ. ഇങ്ങനെയുള്ള ഇവന്റ്സിന് വരുമ്പോഴല്ലേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഏതെങ്കിലും വെബ്സൈറ്റിലോ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ? ഇൻസ്റ്റാഗ്രാമിൽ ഗൂഗിൾ ഉണ്ടല്ലോ അല്ലേ. ഒരു എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരുമോ? അപ്പോയിന്റ്മെന്റ് തരാം. പക്ഷെ ഇത് എപ്പോഴാണ് ഇത് ചെയ്യാന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അതായത് കഥ കേട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കഥ കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കും, എപ്പോൾ തുടങ്ങാം നമുക്ക്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. കാര്യം സമയം എടുക്കും എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അഹങ്കാരമല്ല, നിവൃത്തികേടാണ്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നല്ല കഥ. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുടെ ഡയറക്ടേഴ്സിനോടൊക്കെ ഞാൻ പറയുന്നത്, ഒരു സിനിമയായിട്ടല്ല നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, ഒന്നിൽ കൂടുതൽ സിനിമകളാണ് നിങ്ങൾ ഒരേ സമയം പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ്. കാര്യം ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരാളുടെ അടുത്ത് ചെന്ന് ആ കഥ പറഞ്ഞ അയാൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അതിനുവേണ്ടി 3 കൊല്ലം 4 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്രയും സമയമൊന്നും വേസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രായത്തിലല്ല നിങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നിൽ കൂടുതൽ പ്രൊജക്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയും നിങ്ങൾ അത് വെച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് പിച്ച് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ 3 കൊല്ലം 4 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യണം, അത് എനിക്ക് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. നിങ്ങൾ അത് അങ്ങനെ ഒരു സമയം വേസ്റ്റ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മീറ്റ് ചെയ്ത് ഞാൻ 12 സ്റ്റോറി ഉണ്ടാക്കി വരാം. ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഫൈനലി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ടോബിയുടെ ഒരു സ്കെച്ച് വരച്ച ഒരാളുണ്ട്. അപ്പോൾ അതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ പ്ലീസ്. Wow, super. Thank
താങ്ക് യു താങ്ക് യു. അപ്പം ടൊവിനോ ഇഷ്ടപ്പെട്ടോ? ഓ അടിപൊളി, നൈസ്. ആർക്കാണ് മണവാളം നസീമിന് ഇഷ്ടമല്ലാത്തത്? എവിടെയാ? ആ, എന്താണത്? ഓ താങ്ക് യു. എന്താണ് ഒന്ന് പറഞ്ഞോ? എൻ്റെ പേര് ആദിത്യൻ എന്നാണ്. മട്ടാഞ്ചേരിയിൽ ഒരു പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊരു പുതിയ പെർഫ്യൂം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പെർഫ്യൂമിനെ പറ്റി സംസാരിക്കുന്നത് അറിയായിരുന്നോ? പെർഫ്യൂമിനെ പറ്റി സംസാരിക്കുന്നത് കറക്റ്റ് ഇപ്പൊ തന്നെ ആ സമയത്ത് തൊട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞ് നിൽക്കണായിരുന്നു, പക്ഷെ മയക്ക് കിട്ടിയില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റാണ്. നൈസ് സ്മെൽ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. സെൽഫിയും കൂടി ഓ പിന്നെ അതുപോലെ ഭാവന ചേച്ചി ഞങ്ങളുടെ കടയിൽ ഒരു തവണ വന്നിട്ടുണ്ട്. കടയിൽ വന്നിട്ടുണ്ട്. മട്ടാഞ്ചേരി വന്ന കടയാണോ? അവിടെയാണോ? ഞാൻ അതിൻ്റെ തന്നെ വേറെ ബ്രാഞ്ചില്. ആണോ? ഓ ശരി. അന്ന് അവിടെ കടയിൽ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ആണോ? ഞാൻ നൈറ്റ് ഷൂട്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ എനിക്കൊരു പെർഫ്യൂം സ്റ്റോറിലൊന്ന് വരാമെന്ന് എനിക്കറിയാം. ചേച്ചിയും കൂടി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇതിൽ ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇൻക്ലൂഡിംഗ് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എവ്രി വൺ, കോസ്റ്റ്യൂം എക്ത അല്ലേ, ആൻഡ് യു ഹാവ് ഡൺ റിയലി വെൽ ഇൻ ദിസ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ക്രൂ. May 3rd വേൾഡ് വൈഡ് ഇറ്റ് ഈസ് ഹിറ്റിംഗ് തിയേറ്റർ. സോ ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഹാവ് ഫൺ. And thank you so much. Thank you, the whole team. Thank you.